ഇൻഡിപെൻഡൻസും ഫ്രീഡവും തമ്മിലുള്ള വ്യത്യാസമാണ് നാം അറിയുന്നത്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, അതിൽ നിന്നും നമുക്ക് മാറ്റം കിട്ടുന്നത്. ശരിക്കും അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടേക്കുന്ന ഒരു വാർത്തയാണ്. ആധുനിക സംസ്കാരത്തിൽ ചെറിയ സത്യത്തിൽ വലിയ തേങ്ങ പോലെ പൊതിഞ്ഞ് നുണ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നികുതിദായകരായ നമ്മളാണ് ഈ രാജ്യത്തിൻ്റെ അവകാശികൾ. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആരെങ്കിലൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ വെയിൽ തന്നെ വിളവ് തന്നെ നമുക്ക് അവർ അധികാരികളാവുന്നു. നമുക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങൾ അവർ ലൂട്ട് ചെയ്യുന്നു. അത് വിദേശികൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്തിരുന്നു. അതിപ്പോൾ ഇവർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടുന്ന തൊഴിലാളികളെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങി പലതും അടിമുടി മാറ്റേണ്ടതാണ്. ഇന്ന് നമ്മൾ ബ്യൂറോക്രസി അല്ല ഉദ്യോഗസ്ഥരാണ് ഭാരതം ഭരിക്കുന്നത്. 768 പേരാണ് ഇന്ത്യ ഭരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമോ? ഈ പാർലമെന്റിലോ അസംബ്ലിയിലോ ഇരിക്കുന്നവരല്ല. കളക്ടർ എന്നൊരു പോസ്റ്റുണ്ട്. സർവാധികാരി എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? 768 ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങോട്ട് വേണമെന്ന് മാറ്റാൻ പറ്റും. അതിൽ ആരെയും പോയി ഒരു ഉദ്യോഗസ്ഥനും സർ എന്ന് വിളിക്കരുത്. സ്ലേവ് ഐ റിമെയിൻ എന്നാണ്. ഞാൻ നിന്റെ അടിമയായി നിന്നുകൊള്ളാമെന്നാണ് എൻ്റെ അർത്ഥം. കോടതിയിൽ പോയിട്ട് കൈകെട്ടി നിൽക്കരുത്. കാര്യം അവിടെ നാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി വിധി കൽപ്പിക്കാൻ മാത്രമേ അയാൾക്ക് അവകാശമുള്ളൂ. പക്ഷെ അവിടെ അല്ല നടക്കുന്നത്. കോടികൾ കട്ടുപൊട്ടിച്ചിട്ടും ഇന്നും ഇമ്പീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൂട്ട് ചെയ്യണം. ഇതിൽ നിന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരണം, നമ്മുടെ നോട്ടത്തിൽ മാറ്റം വരണം, നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവണം. അതിനുവേണ്ടി യുവാക്കളിലേക്ക് നാം അടിച്ചിരുത്താതെ അവർക്ക് എന്ത് പറയാനുണ്ടെന്ന് ശ്രദ്ധിച്ച് കേട്ട് അവരെ മുന്നോട്ട് നയിക്കുക. പ്രത്യേകിച്ച് കായികമായിട്ടുള്ള വിനോദത്തിനും സന്തോഷത്തിനും അവർക്ക് അവസരം കൊടുക്കുക. എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാൻ കുട്ടികൾ മടിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ അടിമത്തരമാണ്. നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീമാകാരമായ ഒരു ടീച്ചർ കൊച്ചു കുട്ടികളെ ആനയും മെരുക്കുന്നതാണ് ഇവിടെ മെരുക്കലല്ല വേണ്ടത്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയാവുന്ന ആത്മാഭിമാനമുള്ള ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുകയും. എന്തുകൊണ്ടാണ് കളിക്കാൻ പിള്ളേർ ഇഷ്ടപ്പെടുന്നത്? അവരുടെ ആനന്ദമായിട്ട് അവരുടെ സന്തോഷമായിട്ടുള്ള ഇത് ഓർഗൻസ് അവർക്ക് പ്രയോജനപ്പെടും. അപ്പം ആനന്ദത്തോടുകൂടി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാനുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് ഈ ഒരു യോജിപ്പ് നമുക്ക് എല്ലാ കാലത്തും നിലനിർത്താനായിട്ട് പറ്റണം. നമ്മുടെ ഇതിനകത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇതിനകത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കാനും നമുക്ക് പറ്റണം. കൂട്ടായ്മയോടൊപ്പം നമുക്ക് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അടിമുടി മാറുന്ന കാര്യമുണ്ട്. നമുക്കറിയാം. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കി, ഞാൻ വ്യവസായിയായതിന് മറുപടി പറയുന്നത്, വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അവർക്ക് ആവശ്യമുള്ള ക്ലർക്കുമാരെ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളുടെ ഈ പറയുന്ന 1 മുതൽ 4 വരെ പ്രൈമറി എന്നും പിന്നെ UP എന്നും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ പറഞ്ഞവരുണ്ടാക്കിയത് അതുകൊണ്ടാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ നയമാണ് മാറേണ്ടത്. നമ്മുടെ സംസ്കാരം നമ്മൾ പഠിക്കുന്നതേ ഇല്ല. മറ്റ് സംസ്കാരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അത് വലിയൊരു കുറവാണ്. വേറൊരു രാജ്യത്തും അവർ ഹിസ്റ്ററി അങ്ങനെ പഠിക്കുന്നില്ല. അവരുടെ രാജ്യത്തിന്റെ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഏത് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്? അത് പഠിക്കുന്നതേ ഇല്ല. ഇവിടെ ബ്രിട്ടീഷുകാർ വന്നു, അവർ നമ്മളെ ഭരിച്ചു, അവർ നമ്മളെ അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മുടെ സംസ്കാരം പഠിക്കുമ്പോൾ നമ്മളിലേക്ക് ആ സംസ്കാരം എത്തും. അത് പഠിപ്പിക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടു പോകുന്ന അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. ക്ലാസ്സിൽ ചെന്നാൽ എങ്ങനെ പഠിപ്പിക്കണമെന്ന് B.Ed കാലത്ത് നമ്മളെ പഠിപ്പിച്ചു. ആ രീതിയിലാണ് ഒരു അധ്യാപിക പഠിപ്പിക്കുക. അതേ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയുക, നമുക്ക് സിസ്റ്റം കുറേ മാറേണ്ടതുണ്ട്. അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ഇതൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഭാവിയിൽ നമ്മൾ നമ്മുടേതായ ഒരു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. 1947 ഇന്ത്യ അല്ല ഇപ്പോഴത്തെ അല്ലേ? കുറേ നമ്മള് അല്ലെങ്കിൽ നമ്മള് രാഷ്ട്രീയക്കാരെ അവിടെ ഇവിടെയൊക്കെ കുറ്റം പറയുമെങ്കിലും ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ ഇന്ത്യക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ആ വളവിലേക്ക് നമ്മൾ എത്തി. കുറേ കാലം കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിലും നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും നമ്മളാലാവുന്നത് എന്താണോ അതിന്